പൂമനം കടപ്പുറത്ത് കുടിലുകൾ കത്തിച്ചതും ആളുകളെ ചുട്ടുകൊന്നതും നിന്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് നീ തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല, ആരോ നിന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതാരാ? ആരാണെന്ന് പറ. എനിക്കറിയില്ല. വാർത്താണ്ട. ഞങ്ങൾ പറയുന്നു. ലക്ഷങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റ്, മാറി മാറി ഉപയോഗിക്കാൻ 17 പോലും തികയാത്ത തരുണീ മണികൾ, കഴിക്കാൻ 5000-ഉം 10000-ഉം വിലപിടിപ്പുള്ള വിദേശ സ്കോച്ച് വിസ്കികൾ, കിടന്നുറങ്ങാൻ രാജകൊട്ടാരങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ, തലയിണക്കീഴിൽ ഗീതയും ബൈബിളും ഖുറാനും, നെറ്റിയിൽ ചന്ദനക്കുറിയും നിസ്കാര തഴമ്പും, ആജ്ഞാപിച്ചാൽ ആയുധമെടുത്തിറങ്ങാൻ ആട്ടിറച്ചിയും ചിക്കൻ സൂപ്പും കൊടുത്തു വളർത്തിയ ഗജ പോക്രികൾ, സ്വന്തം രാഷ്ട്രത്തെ ശവക്കൂമ്പാരമാക്കാൻ വിദേശ ശക്തികൾ വെച്ച് നീട്ടുന്ന എച്ചിൽ കൂനയ്ക്ക് നേരെ ചാവാലിപ്പട്ടികളെപ്പോലെ നാവുനീട്ടി നിൽക്കുന്ന ദൈവത്തിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വ്യാപാരികൾ. നിങ്ങൾ അറിയണം, മുഹമ്മദ് നബിയും ക്രിസ്തുവും വിലപേശി വിൽക്കാനുള്ള വിൽപ്പന ചരക്കല്ലെന്ന് അറിയണം. 2 കൊച്ചുകുട്ടികൾ കാണിച്ച കുസൃതിത്തരം മുതലെടുത്ത് പൂമനം കടപ്പുറത്ത് ശവങ്ങൾ വീഴ്ത്തിയത് നീ ഇവനും ചേർന്നല്ലേ? അങ്ങനെ ചെയ്തത് അധികാരമോഹിയായ ഒരു മന്ത്രി പറഞ്ഞിട്ടല്ലേ? ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഈ മന്ത്രിസഭയെ താഴെ ഇറക്കിയാൽ പകരം അയാൾക്ക് മുഖ്യമന്ത്രിയാകാം. ആയാൽ ഇഷ്ടം പോലെ കൈയിട്ട് വാരാം, നക്കാം. ഇവിടെ പണം 2 ബീവിമാർക്കും മാറി മാറി താമസിക്കാനുള്ള 2 താജ്മഹലുകൾ പണിയാൻ ആവശ്യമായ പണം. പകരം അക്രമിപ്പടയും ദൈവത്തിന്റെ ലേബലും. അറിയില്ലടാ, പ്രവർത്തിക്കും ഞാൻ. പാവം, ആ മന്ത്രിയുടെ പേര് മാത്രമേ ഇവൻ അറിയില്ല. പക്ഷേ ഇവൻ പറയുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന. ഇനി പറ, ആരാ മന്ത്രി? യെസ്. എന്താ സാറേ കാര്യം? ഓക്കെ. എന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു വന്നല്ലോ താൻ. GK കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും പോലുള്ളവരെ അവരെത്ര വലിയ ക്രിമിനൽസ് ആണെന്ന് ബോധ്യപ്പെട്ടാലും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊന്നും ആലോചിക്കാൻ വരുന്നില്ലേ? ഇയാൾ പറയുന്നു അയാളോടൊന്നും ആലോചിച്ചിട്ടില്ല. ശരിയല്ലേ? അതിന് മഹാന്മാരായ 2 പേർക്ക് പരമവീര ചക്രം കൊടുക്കുന്ന ചടങ്ങൊന്നും ഇവിടെ നടന്നില്ലല്ലോ സർ. 2 തേർഡ് റേറ്റ് ക്രിമിനൽസിന്റെ അറസ്റ്റല്ലേ നടന്നത്? ക്രിമിനൽസ് എന്ന് അത് ശരിയാ. എന്റെ അഭിപ്രായം 2 മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമില്ല സർ. ഞാൻ അന്വേഷിച്ചിടത്തോളം അവരൊരു സംഘടനയുടെയും ഔദ്യോഗിക ഭാരവാഹികളല്ല. അവരുടെ കൂടെയുള്ളവർ വിശ്വാസികളുമല്ല. ഒരു കൂട്ടം ഗുണ്ടാ സംഘങ്ങളാ. അവരാർക്കൊക്കെയോ വേണ്ടി. അമർനാഥ്, യു കം ടു ദ പോയിന്റ്. GK കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും അറസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ സോറി സർ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. വേണ്ട, തൽക്കാലം ബഹുമാനപ്പെട്ട മന്ത്രി ഒന്നും പറയണ്ട. മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കുവാനും അതുവഴി അധികാരത്തിലേറുവാനും വേണ്ടി ആരോ മനഃപൂർവ്വം കളിച്ച കളിയുടെ പരിണിത ഫലമാണ് പൂമനം വർഗീയ കലാപമെന്ന് മന്ത്രിസഭയിൽ ഘോരഘോരം പ്രസംഗിച്ച മന്ത്രിമാരാണ് നിങ്ങൾ. ശരിയാണ്, കളിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി.
നമുക്കറിയണ്ടേ ബഹുമാനപ്പെട്ട ആ മന്ത്രി ആരാണെന്ന്? GK കൃഷ്ണനും ഖാദർ സാഹിബും ആ പേര് പറയും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഡൽഹിയിലെ അധോലോക സംഘങ്ങൾക്ക് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ആയുധക്കള്ളക്കടത്തിനായി പതിച്ചുകൊടുത്ത ജനാധിപത്യത്തിന്റെ ആ കാവൽമാലാക്കയുടെ പേര് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതൊക്കെ ഒരു വെറും സർക്കിൾ ഇൻസ്പെക്ടറായ തന്നെ കൊണ്ട് കഴിയുമോ മിസ്റ്റർ അമർനാഥ്? മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം താനുണ്ടാക്കിയ ഊരാക്കുടുക്ക് എങ്ങനെ അഴിക്കാൻ കഴിയുമെന്നുള്ളതാണ്. GK കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നാട് മുഴുവൻ പ്രതിഷേധം ഇരമ്പുകയാണ്. അത് കണ്ടില്ലെന്നടിക്കാൻ ഈ മിനിസ്റ്റർക്ക് ആവില്ല. ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തടയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് GK കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും വിട്ടുകൊടുക്കുക. ദാറ്റ്സ് ഓൾ. നോ. ആഭ്യന്തരമന്ത്രിയല്ല കേസ് ചാർജ് ചെയ്യുന്നതും പ്രതികളെ തീരുമാനിക്കുന്നത്. ഇനി അങ്ങനെ വല്ല അധികാരവും ഉണ്ടെങ്കിൽ ഒരു കഷ്ണം വെള്ളക്കടലാസിലെങ്കിൽ എഴുതി തന്നാൽ മതി ആ ഓർഡർ. വാട്ട് റബ്ബിഷ് ആർ യു ടോക്കിംഗ്? യെസ് സർ, എനിക്ക് മനസ്സിലായി. സാർ ഇപ്പൊ കാണിക്കുന്നത് മൂന്നാംകിട രാഷ്ട്രീയക്കാരന്റെ ഉളുപ്പില്ലാത്ത കരണം മറച്ചില്ല. അമർനാഥ്, വ്യക്തിപരമായി ഞാൻ നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം എന്റെ തലയിൽ കയറിയിരിക്കാനുള്ള ലൈസൻസ് ആണ് ധരിക്കരുത്. നിങ്ങൾക്ക് അവരെ വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കിക്കോ, 24 മണിക്കൂറിനാണ് ഞാൻ അവരെ പുറത്തിറക്കും. ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീം ആദർശമുള്ള ആൺകുട്ടിയാണെന്ന് ധരിച്ച് എനിക്ക് തെറ്റി. ഐ എം thoroughly mistaken. പക്ഷേ ആ തെറ്റ് ഞാൻ തിരുത്തിയേ മതിയാവും. കാണാം. അമർനാഥ്, തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടൊരു യുദ്ധം നയിക്കരുത്. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് കരയേണ്ടി വരും. സ്വന്തം അച്ഛന്റെ ശവശരീരം പഴമ്പായിൽ പൊതിഞ്ഞ് ഏറ്റുവാങ്ങുമ്പോഴും കരഞ്ഞിട്ടില്ല സർ. രക്തം തുടിച്ചിട്ടേ ഉള്ളൂ. ആ തന്തയ്ക്ക് പറഞ്ഞ മകൻ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ എനിക്ക് എത്ര കരയേണ്ടി വന്നാലും ആ ദേശദ്രോഹികളെ ഞാൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും. ദാറ്റ്സ് മൈ ഡ്യൂട്ടി ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി. പോലീസിന്റെ ഗുണ്ടായുധം അവസാനിപ്പിക്കുക. ആഭ്യന്തരമന്ത്രി നീതി പാലിക്കുക. GK കൃഷ്ണനെ മോചിപ്പിക്കുക. പോലീസിന്റെ ഗുണ്ടായുധം അവസാനിപ്പിക്കുക. മോചിപ്പിക്കുക. കർത്താവിനെ ഓർത്ത് നിങ്ങൾ ഒന്ന് പിരിഞ്ഞു പോകും. നാടിന്റെ 4 ഭാഗം കത്തിപ്പിടിച്ചിരിക്കുക. ആ സമയത്തിരുന്ന് കളിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന മഹാൻ എല്ലാവരുടെയും സമാധാനം തകർത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്.
അല്ലെങ്കിൽ പറ, ആരാ ലോക്കപ്പിൽ കിടക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ തനിക്ക്? അവരെ ഒന്ന് കോടതി ഹാജരാക്കാൻ പോലും ഇയ്യ. അവരെ കോടതിയിൽ ഹാജരാക്കില്ല. ആർക്കാണ് ഇവിടെ പൊള്ളുന്നേ? ആർക്കാ പൊള്ളുന്നത്? നിരപരാധികളായ കുറെ പേര് ലോക്കപ്പിലിട്ട് ചതച്ചപ്പോ തന്നെയൊക്കെ വായിലെന്തായിരുന്നു? എന്നിട്ട് ഇപ്പൊ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പോയി പണി നോക്കാൻ പറയണോ? എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ചെയ്യും. ആരാ ചോദിക്കാൻ? എന്നാ എനിക്കൊരു കാര്യം പറയാം. എനിക്ക് 1 മാസം അവധി വേണം. എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് മാസം 3 ആയിട്ടുള്ളൂ. അതും പെൺകുഞ്ഞാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മാർത്താണ്ഡന്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. പോരെ? എനിക്കറിയാൻ തന്നെ, പക്ഷെ ചുറ്റും ശത്രുക്കളാ. എപ്പോഴാ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുന്നെന്ന് അറിയാൻ പറ്റില്ല. താനിനകത്ത് കയറി കഥ കളിച്ചിരിക്കുക. പുറത്തു നടക്കുന്ന വിപ്ലവമൊന്നും താൻ അറിയുന്നില്ലേ? ഒന്ന് അകത്തോട്ട് കയറിട്ടുണ്ട് പിള്ളച്ച. ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ്. ഒരു കൂട്ടർക്ക് നിങ്ങൾ അവരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധം, മറുവശത്ത് അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. പ്രശ്നമാകെ ഗുരുതരമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ ഗുരുതരമാകാതിരിക്കും? ഇങ്ങേരല്ലാതെ എങ്ങാണ്ട കൊടുത്ത ഒരു പോക്കിരിയെ കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറെ കസേരയിരുത്തും. അല്ലെങ്കിൽ തന്നെ ഒരു മന്ത്രിക്കും കൂടി കലാപത്തിൽ പങ്കുണ്ടെന്നാ പറച്ചില്. ഇനി ആ CI എങ്ങാനും അവന്മാരിടിച്ച് നമ്മുടെ വല്ലവരുടെയും പേര് പറയിപ്പിച്ച തെണ്ടിപ്പോവും. അല്ലേ മേന്നെ? പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കിംവദന്തി കൂടെ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നിരീക്ഷകർ എത്തുന്നുണ്ടെന്ന്. ഇനി അവരെങ്ങാനും കയറി വല്ല 356 വകുപ്പ് പ്രയോഗിച്ചു കളയോ? പ്രയോഗിക്കട്ടോ? തനിക്കെന്താ പേടിയുണ്ടോ? 356 അതൊരു വകുപ്പാ. ഈ മന്ത്രിസഭ പോയാൽ ഇവിടെ വേറൊരു മന്ത്രിസഭ വരും. ഒന്ന് കാലുമാറി ചവിട്ടാൻ നാണക്കേടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിലും മന്ത്രിമാരാവാം. ഇതാ പറഞ്ഞത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാലും ഇതൊക്കെയാ സ്ഥിതി. ഇതേ ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, ഒക്കെ വരുത്തി വെച്ചതാ. ഇല്ലേ പിള്ളേച്ചാ? ആര് വരുത്തി കൂട്ടിയെന്ന്? ഞാനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തീയിൽ ചവിട്ടിയാ ഞാനിവിടെ നിൽക്കുന്നത്. അത് ഓർത്ത് വേണം എന്നോട് സംസാരിക്കാൻ. ഇങ്ങനെ ഇമോഷണൽ ആയാലോ? നിങ്ങൾ ആ ഇൻസ്പെക്ടറെ വിളിച്ച് ഒന്നുകൂടി സംസാരിക്കും. അതോ ഞാൻ സംസാരിക്കണം? നോ, ഇനി അയാളൊരു സംസാരവും ഇല്ല. ഇതാ ബെയിൽ ഓർഡർ. അകത്ത് കിടക്കുന്നവരെ ഇറക്കി വിടണം. സാറിനോട് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ ഫോൺ ചെയ്യട്ടെ. യെസ്, കുറച്ച് ആൾക്കാരൊന്ന് സ്റ്റേഷൻ ആക്രമിക്കുന്നു. സാർ ഉടനെ വരണം. ഹലോ ഹലോ. ഹലോ, ആരാടോ ഈ രാത്രിയില്? ഞാനാ സാർ, ജയചന്ദ്രൻ. സാർ, GK കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും ജാമ്യത്തിലെടുക്കാനാണെന്ന് പറഞ്ഞു വന്ന ഒരു സംഘം മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പൂവന സ്റ്റേഷൻ ആക്രമിച്ചു സാർ. അപ്പോ CI അമർനാഥ് ഒരടി അയാൾക്കും കിട്ടിയിട്ടുണ്ട് സാർ. ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. പരിക്ക് ഗുരുതരാണോ? അല്ലെന്നാണ് അറിവ്. പോലീസ് സ്റ്റേഷൻ ആക്രമണമല്ലേ? ഇന്നൊരൊറ്റ എണ്ണത്തിന് വീട്ടിൽ കിടത്തി ഉറക്കരുത്. പൂമനം കടപ്പുറത്തുള്ള എല്ലാ കുടിലുകളിലും ഈ രാത്രി തന്നെ കേറി ഇറങ്ങി നിരങ്ങണം.